പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കുടുംബം തകർന്നു പോകരുത് എന്ന്, നമ്മുടെ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെന്ന്, നമ്മുടെ ഭവനം മാത്രമല്ല നമ്മുടെ തലമുറകൾ, അവരുടെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ തലമുറകൾ കൈവിട്ടു പോകരുത്, വഴിതെറ്റിപ്പോകരുത് എന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം നമ്മുടെ ജീവിതത്തെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. നാം തന്നെ ദൈവത്തിനു വേണ്ടി ജീവിക്കുക. മക്കൾക്ക് വേണ്ടി ഒരു വലിയ സമ്പാദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മാനിക്കുക, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുക, ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നടക്കുക, ദൈവത്തിൻ്റെ ഹിതത്തിൽ തന്നെ ജീവിക്കുവാനായിട്ട് തുടങ്ങുക, ദൈവത്തിൻ്റെ ഹൃദയമറിഞ്ഞ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ജീവിക്കുവാനായിട്ട് തുടങ്ങുക. അങ്ങനെ നാം ചെയ്യുമ്പോൾ നാം മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുക, നമ്മളിലൂടെ നമ്മുടെ കുടുംബവും നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തങ്ങൾ നമ്മിൽ മാത്രമായി ഒതുങ്ങിപ്പോകുകയില്ല. ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ട്, ദൈവത്തെ മാനിക്കുന്നത് കൊണ്ട്, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ ആ അനുഗ്രഹം അത് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. വേദപുസ്തകം നമ്മളെ അങ്ങനെ തന്നെ പഠിപ്പിക്കുകയാണ്. 1 രാജാക്കന്മാർ 15-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. എങ്കിലും ദാവീദിൻ നിമിത്തം അവൻ്റെ ദൈവമായ യഹോവ അവൻ്റെ മകനെ അവൻ്റെ അനന്തരവനായി ഉയർത്തിയും യെരൂശലേമിനെ നിലനിർത്തിയും കൊണ്ട് അവന് യെരൂശലേമിൽ ഒരു ദീപം നൽകി. ഒരു ദീപം നൽകി എന്നുള്ള വാക്ക് വളരെ പ്രത്യേകതയുള്ളതാണ്. ദാവീദിൻ്റെ കുടുംബത്തിനകത്ത് ദൈവം ഒരു ദീപം നൽകി, ഒരു പ്രകാശം നൽകി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കുടുംബം അത് എപ്പോഴും പ്രകാശമയമായിട്ടുള്ള കുടുംബമാണ്. പിശാച് പല ഭവനങ്ങളെയും അന്ധകാരത്താൽ നിറച്ചുകൊണ്ട് കൂരിരുളിൻ്റെ അനുഭവത്തിലേക്ക് അവരെ തള്ളിയിടുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ കുടുംബത്തിനകത്ത് ദീപം തെളിയിക്കുന്ന ഒരു ദൈവമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഭവനങ്ങൾ കൂരിരുളിലായിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുഖം നോക്കുവാനായിട്ട് തയ്യാറാകൂ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ട് തയ്യാറാകൂ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കുവാനായിട്ട് തയ്യാറാക്കുക. നമ്മെ തെളിയിക്കുന്നത്, നമ്മുടെ ദീപത്തെ കത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ഇതാ ദാവീദിൻ്റെ കുടുംബത്തിനകത്തേക്ക് ദൈവം കത്തിച്ച ഒരു ദീപം, അത് തലമുറകൾ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടും അത് അണഞ്ഞു പോയില്ല എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ വായിച്ച വചനത്തിൻ്റെ പശ്ചാത്തലം? ദാവീദ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനാണ്. വചനം നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു ഇസ്രായേലിൻ്റെ മധുരഗായകനായ ദാവീദ് എന്നുള്ള ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവ്. ഇസ്രായേലിൻ്റെ 2ാമത്തെ രാജാവായി ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ട് ഇസ്രായേലിനെ നന്നായി പരിപാലിക്കുവാനും ഇസ്രായേലിന് മേൽ രാജ്യത്വം നടത്തുവാനും ദൈവം ദാവീദിനെ ശക്തീകരിച്ചു. ദാവീദിൻ്റെ കാലശേഷം ദാവീദിൻ്റെ മകനായ ശലോമോൻ ആ പദവിയിലേക്ക് ഉയർന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ മറ്റൊരു ഭാഗം ധ്യാനിച്ചു വരികയായിരുന്നു. എന്നാൽ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയട്ടെ, ശലോമോൻ രാജാവിൻ്റെ വാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേൽ എന്നുള്ള രാജ്യം 2ആയി വിഭജിക്കപ്പെടുകയാണ്. വടക്കൻ മേഖലയെ ഇസ്രായേൽ എന്ന് തന്നെ അറിയപ്പെടുകയും അതിൻ്റെ തെക്കൻ മേഖലയെ, ആ ദേശത്തെ യഹൂദ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു. യഹൂദ എന്നുള്ള ആ ദേശത്തിൻ്റെ അധികാരത്തിലേക്ക് അടുത്തതായിട്ട് കടന്നു വരുന്നത് ശലോമോൻ്റെ മകനായ രഹബയാമാണ്. അങ്ങനെ രഹബയാവ് 17 വർഷം യഹൂദയെ വാഴ്ച നടത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാലശേഷം അടുത്തതായിട്ട് യഹൂദ ഭരിക്കുവാനായിട്ട് എഴുന്നേൽക്കുന്നത് രഹബയാവിൻ്റെ മകനായ അബിയാമാണ് എന്ന് 15-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അബിയാമിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അബിയാമിൻ്റെ സ്വഭാവം എന്തായിരുന്നു? അതിൻ്റെ 3-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം കാണുകയാണ്, അവൻ്റെ അപ്പൻ മുൻപേ ചെയ്തിരുന്ന സകല പാപങ്ങളിലും അവൻ നടന്നു. അവൻ്റെ ഹൃദയം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ ഹൃദയം പോലെ അവൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല. ശലോമോൻ്റെ മകനായ രഹബയാം താൻ പാപം ചെയ്ത്, യഹൂദ മുഴുവനായി പാപം ചെയ്ത് ദൈവത്തെ കോപിപ്പിച്ചു എന്ന് കഴിഞ്ഞ ദിവസം നാം മനസ്സിലാക്കി. ആ രഹബയാവിൻ്റെ മകനായ അബിയാമിനെ പറ്റി ഇപ്പോൾ നാം ഇങ്ങനെ കാണുകയാണ്, തൻ്റെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ ഏകാഗ്രമായിരുന്നില്ല. ദാവീദിനെ പോലെ ദൈവത്തെ സേവിക്കുവാനായിട്ടുള്ളൊരു മനസ്സ് അബിയാമിനുണ്ടായിരുന്നില്ല. അബിയാം
വെറും 3 വർഷം മാത്രമാണ് യഹൂദയെ ഭരിച്ചത് എങ്കിലും ഈ ഭാഗത്തിൽ നാം കാണുന്നത് പോലെ എങ്കിലും ദാവീദിൻ നിമിത്തം അവൻ്റെ ദൈവമായ യഹോവ അവൻ്റെ മകനെ അവൻ്റെ അനന്തരവനായി ഉയർത്തിയും യെരൂശലേമിനെ നിലനിർത്തിയും കൊണ്ട് അവന് യെരൂശലേമിൽ ഒരു ദീപം നൽകി. ദൈവത്തിനു വേണ്ടി ദൈവത്തോട് ഏകാഗ്രചിത്തനായിരുന്ന, ദൈവത്തോട് ഏകാഗ്ര ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുകയും ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം നടക്കുകയും ചെയ്ത ദാവീദിൻ്റെ കുടുംബത്തിൻ്റെ ശ്രേഷ്ഠത നിലനിർത്തേണ്ട രഹബയാമും അബിയാമും ഒക്കെ പാപം ചെയ്ത് ദൈവത്തിൻ്റെ കോപത്തിന് ഇരയായി മാറ്റപ്പെട്ടു എങ്കിലും ദാവീദ് ദൈവത്തോട് ഏകാഗ്രചിത്തനായിരുന്നത് കൊണ്ട്, ദാവീദ് ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട്, ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രത്തോളം വിശ്വസ്തയോടെ ജീവിക്കുവാനായിട്ട് കഴിയുമോ അത്രത്തോളം വിശ്വസ്തയോടെ ദാവീദ് ജീവിച്ചതുകൊണ്ട്, ദാവീദ് കാരണം കുടുംബത്തിൽ ദൈവം കത്തിച്ച ഒരു ദീപം അണയുവാനായിട്ട് ദൈവം സമ്മതിച്ചില്ല. അതിൻ്റെ 5-ാമത്തെ വചനത്തിൽ ദാവീദിനെ പറ്റി പറയുകയാണ്, ദാവീദ് യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ഹിത്യനായ ഊരിയാവിൻ്റെ കാര്യത്തിൽ മാത്രമല്ലാതെ അവൻ തന്നോട് കൽപ്പിച്ചതിൽ ഒന്നും തൻ്റെ ആയുഷ്കാലത്തൊരിക്കലും വിട്ടുമാറിയിട്ടില്ല. ദൈവത്തിന് ദാവീദിനെക്കുറിച്ചൊരു നല്ല സാക്ഷ്യമാണ് പറയുവാനായിട്ടുണ്ടായിരുന്നത്. ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രചിത്തനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ദാവീദ് ദൈവത്തിന് പ്രസാദമായിട്ടുള്ള കാര്യം ചെയ്തു. ദാവീദ് സകലത്തിലും ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു മനുഷ്യനായി ദൈവത്തെ സേവിച്ചുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തൻ്റെ കുടുംബം നാമാവശേഷമായി മാറ്റപ്പെട്ടില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഞാനും നിങ്ങളും ദൈവത്തിനു വേണ്ടി നിൽക്കുമ്പോൾ, ഞാനും നിങ്ങളും ദൈവത്തെ സേവിച്ചു നിൽക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനകത്ത് ദൈവം ഒരു ദീപം കത്തിക്കും. ആ ദീപത്തെ അണയ്ക്കുവാനായിട്ട് ഒരു മനുഷ്യനും കഴിയുകയില്ല. 18-ാം സങ്കീർത്തനം അതിൻ്റെ 28-29 വചനങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട്, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഇന്ന് പകലിലും നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ മാറ്റി നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ തലമുറകളിലേക്ക് ഈ പ്രകാശം കൊണ്ടുവരുന്നത് സൃഷ്ടിതാവായ സർവശക്തനായിട്ടുള്ള ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് ആ ദൈവത്തെ സ്നേഹിക്കുവാൻ, നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ ആ ദൈവത്തെ സേവിക്കുവാനായിട്ട് തയ്യാറാകുക. 2 ശമൂവേൽ 7-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനത്തിൽ ദാവീദിന് ദൈവം കൊടുത്ത ഒരു വാഗ്ദത്തമുണ്ട്. നിന്റെ ഗൃഹവും നിന്റെ രാജ്യത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും, നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. ദൈവം തനിക്ക് ഇഷ്ടപ്പെട്ട, തനിക്ക് പ്രസാദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ദാവീദിനെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം ദാവീദിനോട് പറ്റിച്ചേരുകയും തൻ്റെ വാഗ്ദത്തങ്ങളാൽ ദാവീദിൻ്റെ ജീവിതത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നാം കാണുകയാണ്. ദാവീദിനോട് ദൈവം പറയുകയാണ്, നിൻ്റെ ഗൃഹം ഒരിക്കലും നഷ്ടമായി പോകത്തില്ല, നിൻ്റെ ഗൃഹം തകർന്നു പോകത്തില്ല, നിൻ്റെ രാജ്യത്വം ഒരിക്കലും അവസാനമുണ്ടാവുകയില്ല. ആ വാക്ക് അതുപോലെ ദൈവം നിവർത്തിക്കുന്നത് നമുക്ക് പിന്നത്തേതിൽ കാണാം. ദാവീദിൻ്റെ കുടുംബത്തിനകത്ത്, ദാവീദിൻ്റെ ആ ലീനിയേജിൽ വളരെ താമസിയാതെ ചില തലമുറകൾക്കപ്പുറം യേശു കർത്താവ് പിറന്നു വീഴുകയാണ്. ഒരിക്കലും തൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകാത്ത യേശു ജന്മമെടുത്തത് ഇതേ ദാവീദിൻ്റെ കുടുംബത്തിനകത്താണ്, ഇതേ ദാവീദിൻ്റെ ലീനിയേജിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പകലിൽ ഒരു തീരുമാനമെടുക്കാമോ? ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് എൻ്റെ ദൈവത്തെ സേവിക്കും. എൻ്റെ കുടുംബം എന്നെ എതിർത്താലും, ആരൊക്കെ എന്നെ പരിഹസിച്ചാലും, ആരൊക്കെ എന്നെ നിന്ദിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തിനു വേണ്ടി നിൽക്കുമെന്ന് തീരുമാനമെടുക്കുവാനായിട്ട് കഴിയുമോ? മർക്കോസ് സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് നാം കാണുക, അലക്സന്തറിൻ്റെയും രൂഫസിൻ്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവൻ്റെ ക്രൂശ് ചുമപ്പാൻ അവർ നിർബന്ധിച്ചു. അവിടെ അലക്സന്തറിനെയും റൂഫസിനെയും വരച്ചു കാട്ടിയതിനു ശേഷം, 2 മക്കളെ വരച്ചു കാട്ടിയതിനു ശേഷം അവരുടെ പിതാവായ കുറേനക്കാരനായ ശീമോനെ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ് ആ ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. യേശു കർത്താവിനെ റോമൻ പടയാളികൾ ചേർന്ന് ക്രൂശ് ചുമപ്പിച്ചുകൊണ്ട് വളരെ ക്ഷീണത്തിലും തൻ്റെ രക്തത്തുള്ളികൾ ധാരധാരയായി മണ്ണിലേക്ക് ഊർന്നൂർന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ ക്ഷീണിതനായ യേശു കർത്താവിൻ്റെ ചുമലിൽ നിന്ന് ആ ക്രൂശിൻ്റെ ഒരു ഭാഗമൊന്ന് ചുമന്ന് സഹായിപ്പാൻ വേണ്ടി പടയാളികൾ നിർബന്ധപൂർവം വയലിൽ നിന്ന് ജോലി കഴിഞ്ഞു വരുന്ന കുറേനക്കാരനായ ഒരു താണജാതിക്കാരനായ ശീമോനെ പിടിച്ചുകൊണ്ടുവരികയാണ്. നിർബന്ധിച്ചുകൊണ്ടാണ് ശീമോനെ ആ ക്രൂശ് ചുമക്കുക എന്നുള്ള ഉദ്യമത്തിനായി കൊണ്ടുവരുന്നത്. എങ്കിലും
വളരെ ഭാരം സഹിച്ചും വളരെ നിന്ദകൾ സഹിച്ചും യേശുവിൻ്റെ ക്രൂശിൻ്റെ ഒരറ്റം ചുമന്ന ശീമോൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു എന്ന ആ ഭാഗത്തിൽ നാം കാണുകയാണ്. പിൽക്കാലത്ത് കർത്താവിൽ പ്രസിദ്ധരായ 2 മക്കൾ ആ കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാഴ്ച നാം കാണുകയാണ്. 89-ാം സങ്കീർത്തനം അതിൻ്റെ 34-ാമത്തെ വചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ദൈവം തൻ്റെ വാക്കിലൂടെ പുറത്തേക്ക് വിടുന്ന ദൈവിക അനുഗ്രഹങ്ങൾ അതിന് ഒരു വ്യത്യാസവും വരികയില്ല. ദൈവത്തിന് വേണ്ടി നാം നിൽക്കുമ്പോൾ ദൈവം നമ്മെ തൻ്റെ വാഗ്ദത്തങ്ങളാൽ നിറയ്ക്കും, തൻ്റെ അനുഗ്രഹങ്ങളാൽ നമ്മെ നിറയ്ക്കും. ദൈവം നമ്മെ അനുഗ്രഹിച്ചതിന് ശേഷം ഒരിക്കലും ഒരു മനുഷ്യനും ഒരു പിശാചിനും ആ അനുഗ്രഹത്തെ എടുത്തു മാറ്റുവാനായിട്ട് കഴിയുകയില്ല. ആ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിനകത്തേക്ക് ഈ ദൈവിക വെളിച്ചത്തെ കൊണ്ടുവരും. ആ വെളിച്ചത്തെ അണച്ചു കളയുവാൻ ഒരു ദുഷ്ടശക്തികൾക്കും കഴിയുകയില്ല. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു: അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും ദയയും പാലിക്കുന്നു. ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ, ദാവീദ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്രചിത്തനായിരുന്നത് പോലെ, ദാവീദ് ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് ചെയ്തതുപോലെ, ദാവീദ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ തൻ്റെ ജീവിതത്തെ തന്നെ സമർപ്പിച്ച് ജീവിച്ചതുപോലെ, അങ്ങനെ ചെയ്ത ദാവീദിനെ ദൈവം അനുഗ്രഹിക്കുകയും തൻ്റെ കുടുംബത്തെ നിലനിർത്തുകയും ചെയ്തതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ ദീപത്തെ കത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം കത്തിക്കുന്ന ദീപത്തെ അണയ്ക്കുവാൻ ഒരു മനുഷ്യനെയും ഒരു പിശാചിനെയും അനുവദിക്കാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കരവലയത്തിനുള്ളിൽ അഭയം പ്രാപിക്കുക. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും മധ്യത്തിൽ അല്പം പോലും ദൈവത്തിങ്കൽ നിന്ന് അകന്നു മാറാതെ ദൈവത്തോട് ചേർന്ന് ജീവിക്കുക. ദൈവം അതിനായി നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.